നമസ്കാരം. നന്ദനത്തിലെ ബാലാമണിയെ മലയാളികൾ അത്ര വേഗം മറക്കില്ല. നവ്യ നായരുടെ നിഷ്കളങ്ക കഥാപാത്രത്തെ മലയാളികൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. അന്നു മുതൽ നവ്യ നായർക്ക് സിനിമയിൽ അഭിനയിച്ചാലും ഇല്ലെങ്കിലും മലയാളി മനസ്സിൽ ഇളകാത്ത ഒരു സ്ഥാനമുണ്ട്. എന്നാൽ അടുത്ത ദിവസങ്ങളായി സംഭവിച്ചിരിക്കുന്ന ഒരു ചെറിയ വിഷയം പ്രിയ നടിയെ ഏറെ സങ്കടപ്പെടുത്തിയിരിക്കുന്നു. ജാടയില്ലാത്ത നടി എന്നതിൻ്റെ ഇമേജിന് കോട്ടം തട്ടും വിധമാണ് സംഗതികളെ പോക്കുന്ന അവർ തിരിച്ചറിഞ്ഞത് കുറേ വൈകിട്ടാണ്. അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയിരുന്നു. നവ്യ നായർ പങ്കെടുത്ത നവരാത്രി ആഘോഷങ്ങളുടെ വേദിയിലാണ് സംഭവം ഉണ്ടായത്. നവ്യ ഇവിടെ ദിവസങ്ങളോളം നൃത്തം അവതരിപ്പിച്ചിരുന്നു. സമാപനത്തിന് ഒരു കൊച്ചു പെൺകുട്ടി കടന്നു വരുന്നതോടെയാണ് കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞത്. അവൾക്ക് നവ്യയോടൊപ്പം സെൽഫി എടുക്കണം. ഈ ആവശ്യവുമായി എത്തിയയാളെ നവ്യ ആദ്യം കണ്ടതേയില്ല. അവർ അതിഥികളോട് സംസാരിക്കുകയാണ്. അപ്പോഴാണ് കുട്ടി തൻ്റെ ആവശ്യം പറഞ്ഞത്. ഇതിന് നവ്യയുടെ മറുപടി കേട്ടതോടെ കുട്ടി സ്ഥലത്തു നിന്ന് പോയി. ഇതോടെയാണ് വിവാദങ്ങൾ തുടങ്ങിയത്. ഒരു കുഞ്ഞിൻ്റെ ആവശ്യം നിറവേറ്റാൻ കഴിയാത്ത വിധം നവ്യ നായർക്ക് ജാടയായി എന്നാണ് ചിലർ പ്രതികരിച്ചത്. സോഷ്യൽ മീഡിയയും അവരെ വെറുതെ വിട്ടില്ല. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവ്യയ്ക്ക് അപകടമുണ്ടാവണം എന്ന രീതിയിൽ വരെ കണ്ണിൽ ചോരയില്ലാത്ത ശാപവാക്കുകൾ ചിലർ ചൊരിഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷമാണ് ആ കൊച്ചു പെൺകുട്ടിയുടെ കുടുംബം നവ്യയ്ക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അറിയുന്നത്. വൈകാതെ അവർ വിശദീകരണവുമായി രംഗത്ത് വന്നു. നവ്യയ്ക്ക് ഒരു പിണക്കവുമില്ല. ഗ്രൂപ്പായി നിന്ന് പണമെടുക്കാമെന്നാണ് കുട്ടിയോട് നവ്യ പറഞ്ഞത്. അതിൽ തെറ്റൊന്നും പറയാനാവില്ല. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ബ്ലോഗർമാരുടെ കുത്തിത്തിരിപ്പിനെ കുറിച്ച് അത്ര ബോധ്യമില്ലാത്ത നവ്യ ഒടുവിൽ എന്താണ് നടന്നതെന്ന് വിശദീകരിക്കേണ്ടി വന്നു. സെൽഫിക്ക് അവർ വിസമ്മതിച്ചതിനെ വിമർശിക്കാം. അതേസമയം ആ പേരിൽ ശാപവാക്കൾ ചൊരിയുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് തൻ്റെ വിശദീകരണമെന്ന് നവ്യ പറയുന്നുണ്ട്. വ്യക്തിജീവിതത്തിൽ ഇത്രയേറെ മറ്റുള്ളവരോട് ഇഴുകിച്ചേരുന്ന ഒരു നടിയില്ലെന്ന് മലയാളികൾ നടിയെ വിലയിരുത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് ഈ ഒരു സംഭവം വെച്ച് അവരെ ശപിക്കാൻ ഇറങ്ങുന്നവന്മാർക്ക് കാലം മാപ്പ് നൽകില്ല. അവന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല. നമ്മള് ഫോട്ടോ എടുക്കാൻ മോള് ചെന്നപ്പോ നമുക്ക് ഗ്രൂപ്പായിട്ട് എടുക്കാമെന്ന് മാത്രമാണ് പറഞ്ഞത്. മോള് ഫോട്ടോ എടുത്തായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ ഇതിനെ കുറിച്ച് വന്നപ്പോ നമ്മളിത് അറിഞ്ഞില്ല. എൻ്റെ ഒരു കസിനാണ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് എന്ന്. അപ്പൊ ഞാൻ അതിന് ഒരു കമന്റ് ഇട്ടായിരുന്നു നമ്മളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങൾ പോസ്റ്റ് ചെയ്തില്ല. ഇപ്പം എനിക്ക് കുറച്ച് അല്ലെങ്കിൽ നവ്യ എന്താ അത്ര ജാട കാണിച്ചേ എന്ന് ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം റിയാലിറ്റി നിങ്ങൾ ഓഡിയൻസും അറിയുന്നില്ല. പക്ഷെ അത് എഴുതണ സമയത്ത് ഇവര് ഡാൻസ് കളിച്ച് നിൽക്കുമ്പോ ഇവരുടെ കാലൊടിഞ്ഞു പോട്ടെ എന്നൊക്കെ പറയുമ്പോ ഇറ്റ്സ് സോ പെയിൻഫുൾ. കാരണം എപ്പോഴും എല്ലാത്തിനും രണ്ട് ഭാഗമുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എത്രയോ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ അറിയാം. എനിക്ക്